Hi students, welcome to EasyLearn 365 ബിസിനസ് റെഗുലേഷൻ ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് വോയിഡ് എഗ്രിമെന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ പ്രധാനമായും നാം ചർച്ച ചെയ്തത് അൺസർട്ടൻ അഗ്രിമെന്റ്സിനെ കുറിച്ചും അതോടൊപ്പം തന്നെ വേജർ കോൺട്രാക്ട്സിനെ കുറിച്ചുമാണ്, അല്ലെങ്കിൽ വേജറിംഗ് എഗ്രിമെന്റ്സിനെ കുറിച്ചാണ്. വേജർ എഗ്രിമെന്റ്സിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മറ്റു ചില ഭാഗങ്ങൾ കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില വോയിഡ് എഗ്രിമെന്റ്സിനെ കുറിച്ചും നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് പ്രധാനമായും നമ്മൾ ആരംഭിക്കുന്നത് വേജർ കോൺട്രാക്ട്സിന്റെ അല്ലെങ്കിൽ എഗ്രിമെന്റ്സിന്റെ ചില എക്സെപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വേജർ എഗ്രിമെന്റിന്റെ പെർവ്യൂവിൽ വരാത്തതായ ചില കോൺട്രാക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്, എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ഒരു കാരണവശാലും വേജർ എഗ്രിമെന്റ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്നില്ല. കാരണം ഇപ്പോൾ വേജർ എഗ്രിമെന്റ്സിന് അതിന്റെ പല എസെൻഷ്യൽ ഫീച്ചേഴ്സും കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അൺസർട്ടനിറ്റിയോ റിസ്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾ ലീഗൽ ഇന്റൻഷനോട് കൂടി നടക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള, അതുപോലെ നല്ലൊരു ഔട്ട്കം ഉള്ള ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനെ ഒരു കാരണവശാലും വേജർ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ കോൺട്രാക്ട്സ് ആയിട്ട് നിയമപരമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. മറ്റൊന്ന് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ആണ്. അതിൽ പ്രധാനമായിട്ടും സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഊഹക്കച്ചവടമാണ്. അതായത് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താതെ പ്രത്യേകിച്ച് ഒരു ഷെയർ മാർക്കറ്റിലൊക്കെ നടക്കുന്നതിൽ ഒരു ഭൂരിഭാഗവും തന്നെ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ആണ്. പക്ഷെ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നമ്മൾ നിലവിൽ നിരോധിച്ചിട്ടില്ല. അതിനെ നമ്മൾ വേജർ കോൺട്രാക്ട്സ് എന്ന് പറയുന്നുമില്ല. പക്ഷെ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് പ്രത്യേകമായിട്ട് ഷെയർ മാർക്കറ്റിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മളിതിൽ പറയുന്നത് പോലെ ഷുഡ് ബി ഫോർ ഡെലിവറി ഓഫ് ഷെയർസ് ഓർ ഗുഡ്സ്. നമ്മൾ ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ സെല്ല് ചെയ്യുക എന്നുള്ള സോൾ ഇന്റൻഷനോട് കൂടി ആയിരിക്കണം നമ്മൾ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗിൽ ഏർപ്പെടുന്നത്. പ്രത്യേകിച്ച് ഷെയർ ട്രേഡിംഗിൽ ഏർപ്പെടുമ്പോൾ ഷെയറിന്റെ പ്രൈസ് വർദ്ധിക്കും അല്ലെങ്കിൽ ഷെയറിന്റെ പ്രൈസ് താഴെ പോകും എന്നുള്ളതായ ഊഹത്തിന്റെ അല്ലെങ്കിൽ ഗസ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിൽ ഏർപ്പെടുന്നത്. അതിൽ ആക്ച്വലി ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇത് കൂടുമോ കുറയുമോ എന്നൊന്നും നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ കഴിയില്ല. ഒരു ഫണ്ടമെന്റൽ സ്റ്റഡിയുടെയും അടിസ്ഥാനത്തിലല്ല അത് പറയുന്നത്. അപ്പോൾ അതിന് വേജർ കോൺട്രാക്ട്സിന്റെ ചില ഫീച്ചേഴ്സുമായിട്ട് മാച്ചിങ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ പർപ്പസ് നമ്മൾ നോക്കുക, ഈ ട്രേഡിങ്ങിൽ ഏർപ്പെടുന്നവർ ഷെയർ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും അവർ ഷെയർ മറ്റുള്ളവർക്ക് ഡെലിവർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വളരെ പ്രസക്തമാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം വെച്ച് നോക്കുമ്പോൾ ഔട്ട്കം വളരെയധികം പോസിറ്റീവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ വേജർ കോൺട്രാക്ട്സിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഹോഴ്സ് റേസിംഗ് ആണ്. ഹോഴ്സ് റേസിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കോമ്പറ്റീഷൻ, ഒരു കൈൻഡ് ഓഫ് സ്കിൽ ഇൻവോൾവ് ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൈസ് മണിയെ സംബന്ധിച്ചുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഹോഴ്സ് റേസിംഗ് വേജർ കോൺട്രാക്ട്സിൽ നിന്നും നമ്മൾ എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ലോട്ടറി എന്ന് പറയുന്നത് പ്യുവർലി ഒരു അൺസർട്ടൺ ആയിട്ടുള്ള കാര്യമാണ്. ആർക്കാണ് ലോട്ടറി ലഭിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് ലഭിക്കും എന്നുള്ളത് വളരെ സെർട്ടനിറ്റി ഉള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായ ഒരു ക്രിയേറ്റീവായ ഒരു കാര്യം സംഭവിക്കുന്നില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലി ഗവൺമെന്റ് ലോട്ടറീസ് ആർ എക്സെപ്റ്റഡ് ഫ്രം വേജറിംഗ് കോൺട്രാക്ട്സ് എന്നുള്ളതാണ്. ഒരു ഇൻഡിവിജ്വലിനോ ഒരു സ്ഥാപനത്തിനോ ഒരു കാരണവശാലും ലോട്ടറി നടത്തുന്നതിന് യാതൊരു തരത്തിലുള്ളതായ നിയമസാധുതയും ഇല്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റുകൾക്ക് മാത്രമാണ് ലോട്ടറി നടത്താനുള്ള അധികാരമുള്ളത്. കേരളത്തിലാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമാണ് അതിനുള്ള അധികാരമുള്ളത്. മറ്റ് ഇൻഡിവിജ്വൽസ് നടത്തുന്ന ഒരു തരത്തിലുള്ള ലോട്ടറികളും നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് പ്രൈസ് കോമ്പറ്റീഷൻസ്. ഏതെങ്കിലും തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് പ്രൈസസ് കൊടുക്കുന്ന ഏതെങ്കിലും മത്സരങ്ങൾ, പസിൽസ് അല്ലെങ്കിൽ നമ്മുടെ ചെസ് ഗെയിംസ്, ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ തന്നെ അതൊന്നും വേജറിംഗ് കോൺട്രാക്ട്സിന്റെ ഭാഗമല്ല. അതിന്റെ കാരണം അവിടെ ഇൻഡിവിജ്വൽസിന്റെ സ്കിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സ്കില്ലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ ജയവും പരാജയവും നിശ്ചയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈവൻ ദോ ദ സക്സസ് ഓർ ഫെയിലിയർ ഈസ് അൺസർട്ടൻ, അവിടെ സ്കിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഗിവ്സ് എ പോസിറ്റീവ് ഔട്ട്കം ടു ദ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ
തീർച്ചയായും അതിനെ നമ്മൾ വേജറിങ്ങിൽ നിന്നും എക്സെപ്റ്റ് ചെയ്യുന്നു. മറ്റൊന്ന് അത്ലറ്റിക് കോമ്പറ്റീഷൻസ് ആണ്. അത്ലറ്റിക് കോമ്പറ്റീഷൻസിൻ്റെയും ജയപരാജയങ്ങൾ അൺസർട്ടനിറ്റി ഉണ്ട് എങ്കിൽ പോലും ദർ ഓൾസോ സ്കിൽ ഈസ് ഇൻവോൾവ്. വ്യക്തിയുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എക്സെപ്റ്റഡ് ആണ്. അതോടൊപ്പം കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് അവിടെ വളരെ വലിയ അൺസർട്ടനിറ്റി ഉണ്ട്, റിസ്ക് ഉണ്ട്. എപ്പോഴാണ് ഒരു ഇവന്റ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെ ഈ പറയുന്ന ഇൻഷുറബിൾ ഇൻട്രസ്റ്റും സയന്റിഫിക് ആൻഡ് ആക്ച്വൽ കാൽക്കുലേഷൻസും ഉണ്ട് എന്ന് മാത്രമല്ല, ഇതൊരു സൊസൈറ്റിയുടെ റിസ്ക് മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷുറൻസിനെ ഇതിൽ നിന്നും എക്സെപ്റ്റ് ചെയ്യാം. ഇതിൽ പറയുന്ന ടേമുകളൊക്കെ ഞാൻ തുടർന്ന് വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വിശദമായിട്ട് പറയാം. സോ ദീസ് ആർ ദി എക്സെപ്റ്റഡ് ഐറ്റംസ് ഓർ എക്സെപ്ഷണൽ കോൺട്രാക്ട്സ് ഫ്രം വേജറിംഗ് കോൺട്രാക്ട്സ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും നിരോധിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇൻഷുറൻസിനെ വേജറിംഗ് കോൺട്രാക്റ്റുമായിട്ട് നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുകയാണ്. ബട്ട് ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഇൻഷുറൻസിന് വേജറിംഗ് കോൺട്രാക്റ്റിന്റെ ധാരാളം ഫീച്ചേഴ്സുമായിട്ട് റിലേറ്റീവ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എന്തുകൊണ്ട് വേജറിംഗ് കോൺട്രാക്ട്സ് അല്ല, അല്ലെങ്കിൽ വേജറിംഗ് കോൺട്രാക്ട്സ് ഇൻഷുറൻസിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നു, വിശദമായി നമുക്ക് നോക്കാം. ഒന്ന്, the insurance contract is an indemnity contract, but there is no scope of covering any risk by the parties. Indemnity contract എന്നാണ് നമ്മൾ പൊതുവെ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളെ പറയാൻ. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. ജനറൽ ഇൻഷുറൻസ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള നഷ്ടം അതേ രീതിയിൽ നികത്തുന്നതിനെയാണ് നമ്മൾ ഇൻഡെംനിറ്റി കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. ഇൻഷുറൻസിൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തുവാൻ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറാണെന്നുള്ളതാണ്. പക്ഷേ വേജറിംഗ് അഗ്രിമെന്റ്സിൽ അത്തരത്തിലുള്ള റിസ്കുകളൊന്നും തന്നെ കവർ ചെയ്യപ്പെടുന്നില്ല. മറ്റൊന്ന്, കവറിംഗ് ദ ലോസ് ഇൻകേർഡ് ഡ്യൂ ടു ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഇവന്റ്. ദ എയിം ഈസ് ടു ഗെയിൻ ത്രൂ സ്പെക്കുലേഷൻ. ഇവിടെ ഇൻഷുറൻസിനെ സംബന്ധിച്ച് നമുക്കുണ്ടാകുന്ന നഷ്ടം അത് നികത്തുവാൻ കമ്പനികൾ ബാധ്യസ്ഥരാണ്. അത് അൺസർട്ടൻ ഇവന്റ് ആണെങ്കിൽ പോലും, നമ്മുടെ മരണമോ ആക്സിഡന്റോ എന്തുമാകട്ടെ. പക്ഷെ വേജറിംഗ് അഗ്രിമെന്റ്സിൽ അവിടെ ഒരു ലാഭമുണ്ടാക്കുക ത്രൂ സ്പെക്കുലേഷൻ എന്ന് മാത്രമേ അവിടെ ഉദ്ദേശമുള്ളൂ. ഇൻഷുറൻസിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഓർ pecuniary interest of the insured on the subject matter is important, but in wagering there is no pecuniary interest from the parties. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് എടുക്കുന്നതിന് ലീഗലി ആൻഡ് റിലേറ്റീവ്ലി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു പിതാവ് ഒരു മകൾക്കോ മകനോ ഇൻഷുറൻസ് എടുക്കുന്നുവെങ്കിൽ ദർ ഇസ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഒരു വൈഫിന് ഇൻഷുറൻസ് എടുക്കുന്നുവെങ്കിൽ ദർ ഇസ് എൻ ഇൻട്രസ്റ്റ്. അയാൾക്കൊരു ലീഗൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്കൊരു ഹെറിഡിറ്ററി റിലേഷന്റെ ഭാഗമായിട്ട് ആ വ്യക്തികൾക്ക് സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു അൺസർട്ടനിറ്റി അയാളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ഇൻഷുറൻസ് എടുക്കുകയാണ്. അതേസമയം ഒരു തേർഡ് പാർട്ടി, ഒരു നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾക്ക് നമ്മുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കാനായിട്ട് കഴിയില്ല. കാരണം അവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇന്റൻഷനും ഇല്ലാതെയാണ് നമ്മൾ, ഒരു നല്ല ഇന്റൻഷൻ ഇല്ലാതെയാണ് വേജറിംഗ് അഗ്രിമെന്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മറ്റൊന്ന്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ളതാണ് ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു കാരണവശാലും വേജറിംഗിൽ ഉൾപ്പെടുത്തുന്നില്ല. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എല്ലാം വളരെ വിശ്വസ്തയോടുകൂടിയും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിലവിൽ യാതൊരു അസുഖങ്ങളും ഇല്ല എന്ന അദ്ദേഹത്തിന്റെ അണ്ടർടേക്കിങ്ങോട് കൂടിയാണ് ഇൻഷുറൻസിൽ ഏർപ്പെടുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ കവറേജും ഇൻഷുറൻസ് കമ്പനി കൊടുക്കും എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ആ ഇൻഷുറൻസ് എടുക്കുന്നത്. പക്ഷേ വേജറിംഗ് കോൺട്രാക്റ്റിൽ ഈ സക്സസ് ഓർ ഫെയിലിയർ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും തിരിച്ചു ലഭിക്കുക എന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഉറപ്പുകളും ഇല്ല എന്നുള്ളതാണ്. ഇൻഷുറൻസിനെ സംബന്ധിച്ച് അതൊരു ലീഗലി എൻഫോഴ്സിബിൾ ആയ കാര്യമാണ്. പക്ഷേ വേജറിംഗ് കോൺട്രാക്റ്റുകൾ എപ്പോഴും വോയിഡ് അബ് ഇനിഷ്യോ ആണ്. എന്ന് പറഞ്ഞാൽ വോയിഡ് ഫ്രം ബിഗിനിങ് ഇറ്റ് സെൽഫ് എന്ന് പറയാം. മറ്റൊന്ന്, ഇൻഷുറൻസ് കോൺട്രാക്റ്റുകൾ സയന്റിഫിക്കലി കാൽക്കുലേറ്റഡ് ആണ്. അതാണ് ആക്ച്വൽ വാല്യുവേഷൻ എന്ന് തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത്. ബട്ട് നോ സച്ച് സയന്റിഫിക് കാൽക്കുലേഷൻസ് ആർ ഇൻവോൾവ്.
ഇറ്റ് ഈസ് ബേസിക്കലി എ ഗാംബ്ലിംഗ്. വേജറിങ് ഈസ് ബേസിക്കലി എ ഗാംബ്ലിംഗ് എന്ന് പറയാൻ കഴിയും. സയന്റിഫിക് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ആക്ച്വൽ വാല്യുവേഷൻ നടത്തി ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന റിസ്കുകളെല്ലാം അസസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രീമിയം തീരുമാനിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ പോലും സയന്റിഫിക്കലി ആക്ച്വൽ വാല്യുവേഷൻ എന്ന് പറയുന്ന സർവേ ചെയ്തതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ നഷ്ടം എത്രയാണ് എന്ന് കണ്ടെത്തി ആ നഷ്ടം നികത്തുന്നത്. എന്നാൽ അത്തരം ഒരു കാൽക്കുലേഷൻസും വേജറിങ് എഗ്രിമെന്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഷുറൻസ് ആൻഡ് വേജറിങ് കോൺട്രാക്ട്സ് വി ക്യാൻ സേ. ഇനി മറ്റൊരു വോയിഡ് എഗ്രിമെന്റ് ആണ് അല്ലെങ്കിൽ വോയിഡ് കോൺട്രാക്ട്സ് ആണ് എഗ്രിമെന്റ് ടു ഡു ഇംപോസിബിൾ ആക്ട്. ഇംപോസിബിൾ ആയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഏർപ്പെടുന്ന എഗ്രിമെന്റുകൾ, അത് വോയിഡ് ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. According to section 36, an agreement to do an act impossible in itself is void. For example, നമ്മളൊരു പലപ്പോഴും ഇവിടെ പലരും ഡിസീവ് ചെയ്യപ്പെടുന്ന പല എഗ്രിമെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകമായിട്ടും ഞാൻ ഒരു പ്രത്യേകതരം ജീവിയെ നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമുണ്ടാകും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രഷർ കണ്ടെത്തി തരാം, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലം നിങ്ങൾ വാങ്ങിയാൽ അവിടെ ട്രഷർ ഉണ്ട് അല്ലെങ്കിൽ നിധിയുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം എന്നൊക്കെ നിലയിലുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കോൺട്രാക്റ്റുകൾ, ഇതെല്ലാം തന്നെ വോയിഡ് കോൺട്രാക്റ്റുകൾ എന്ന ഗണത്തിൽ തന്നെ നമുക്ക് പെടുത്തേണ്ടി വരും. അപ്പൊ ഇത്തരം ധാരാളം കോൺട്രവേഴ്സീസും ഇത്തരം ധാരാളം ഡിസീവിങ് എഗ്രിമെന്റ്സും നമ്മുടെ സൊസൈറ്റിയിൽ ധാരാളം, പ്രത്യേകിച്ച് കേരളത്തെ എൻ്റെ ഒരു റിവ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ അത്തരം ധാരാളം ഡിസീവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രോഡലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇത്തരം ഇമ്പോസിബിൾ ഇവന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഏത് എഗ്രിമെന്റുകളും നമുക്ക് വോയിഡ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് വോയിഡ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് വോയിഡ്. മറ്റൊന്ന് റെസിപ്രോക്കൽ പ്രോമിസസ് ടു ഡു തിങ്സ് ഇല്ലീഗൽ ആൻഡ് ഓൾസോ തിങ്സ് ലീഗൽ. അതിലൊരു ഇല്ലീഗൽ എന്നുള്ളതല്ല, ലീഗൽ എന്നുള്ളതാണ്. റെസിപ്രോക്കൽ പ്രോമിസ് ടു ഡു തിങ്സ് ലീഗൽ ആൻഡ് ഓൾസോ തിങ്സ് ഇല്ലീഗൽ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പ്രധാനമായും നോക്കുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 57, where there is reciprocal promise, firstly to do certain things which are legal, and secondly to do certain things, other things which are illegal. And legal part can be separated from illegal part. The legal part is a contract and the illegal part is a void agreement. വളരെ വ്യക്തമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു എക്സാമ്പിൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റെന്റൽ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. നമ്മുടെ സ്വന്തം ഭവനം നമ്മളൊരു വ്യക്തിക്ക് റെന്റ് കൊടുക്കുന്നു, അതൊരു ലീഗൽ പാർട്ടാണ്. അതിന്റെ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്, അദ്ദേഹം അത് എന്തിനാ അത് റെന്റ് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈസ് ടേക്കിംഗ് ഇറ്റ് ഫോർ എനി പർപ്പസ് വിച്ച് ഈസ് നോട്ട് ഇല്ലീഗൽ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗാംബ്ലിങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരോധിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിരിക്കാം. അപ്പൊ ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം ലീഗലാണ്, മറ്റൊന്ന് ഇല്ലീഗലാണ്. എന്ന് മാത്രമല്ല, ഫസ്റ്റ് പാർട്ട്, ഇതിന്റെ ആ ഡെഫിനേഷന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾ വന്നാൽ ഫസ്റ്റ് പാർട്ടിനെ സെക്കൻഡ് പാർട്ടിൽ നിന്നും വേർതിരിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ റെന്റൽ അഗ്രിമെന്റ് ഒരു ഡിഫറെന്റ് വൺ ആണ്, ഈ പറയുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ള നിലയിൽ വരുമ്പോൾ ഈ പറയുന്ന വോയിഡ് എഗ്രിമെന്റ്സിന്റെ പുറവിലേക്ക് അതിനെ വരികയും സെക്കൻഡ് പാർട്ട് ഈസ് ഓൾവേസ് എ വോയിഡ് എഗ്രിമെന്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇല്ലീഗലായി കഴിയുമ്പോൾ തന്നെ മൊത്തത്തിൽ ആ എഗ്രിമെന്റ് ഇല്ലീഗലായി മാറുകയും വോയിഡായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പേർപ്പസിനാണ്, നമ്മൾ ഏത് രീതിയിലുള്ള കൺസിഡറേഷനാണ്, എന്താണ് ഒബ്ജക്റ്റീവ്, ഇതെല്ലാം നമ്മൾ പരിശോധിച്ച ശേഷം മാത്രമേ ഒരു എഗ്രിമെന്റിൽ നമ്മൾ ഏർപ്പെടാനായിട്ട് പാടുള്ളൂ. സോ ഇത്തരം 3 സീരീസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് വോയിഡ് എഗ്രിമെന്റ്സിനെ കുറിച്ചാണ്. വിശദമായിട്ടുള്ള സെഷൻസ് ആയിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching. We will continue with the business regulation classes in the coming sessions. Thanks for watching.